പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ ഞാൻ നിന്നെയും നിന്റെ കുടുംബത്തെയും ആശീർവദിക്കുന്നു. നീ ഇറങ്ങിപ്പോകുന്ന നിന്റെ വീടിൻ്റെ എല്ലാ വാതായനങ്ങളിലും ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ കുരിശാലേഖനം ചെയ്യുന്നു. നീ അനുഗ്രഹിക്കപ്പെട്ടവനാകട്ടെ. നിന്റെ കുടുംബവും കുഞ്ഞുങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ. നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവനത്തിൽ സമാധാനം ആശംസിക്കാൻ പറഞ്ഞ കർത്താവിൻ്റെ നാമത്തിലെ ഞാൻ ഈ സമയത്ത്, ഈ പ്രഭാതത്തിലെ നിന്റെ കുടുംബത്തിൽ സമാധാനം ആശംസിക്കുന്നു. കർത്താവെ, സമാധാനം ആ മക്കൾ അനുഭവിക്കുവാനും അതിൽ കുടികൊള്ളുവാനും ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. എവിടെ പോകുമ്പോഴും കർത്താവ് നിന്റെ വചനത്തിനനുസരിച്ച് ജീവിക്കുവാനും വചനത്തിൽ തെറ്റിപ്പിരിഞ്ഞ് പടല പിരിഞ്ഞു പോകാതിരിക്കാനും
കർത്താവെ, അങ്ങ് കിറൂബുകളുടെ സംരക്ഷണം അങ്ങയുടെ മക്കൾക്ക് നൽകാൻ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഇന്ന് കണ്ടുമുട്ടുന്ന വ്യക്തികൾ നീ ആശീർവദിക്കണമേ. കർത്താവെ, ഞങ്ങൾ നിന്റെ പീഡാനുഭവത്തിൻ്റെ ശക്തിയാൽ, കുരിശുമരണത്തിൻ്റെ ശക്തിയാൽ, അതിനേക്കാൾ വരുന്ന ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ശക്തിയാൽ അങ്ങയുടെ മക്കളുടെ പ്രാർത്ഥനകൾ ചെവിക്കൊള്ളുകയും മാതാവിൻ്റെ മധ്യസ്ഥത അവ സ്വീകരിക്കപ്പെടുകയും ദൈവത്തിൻ്റെ കണ്ണീരുടെ അവർ വിതക്കാനുള്ള വിത്തുമായി പോകുന്നു. അവരെ ജയഘോഷത്തോടെ കൊയ്തക്കറ്റയുമായിട്ട് വരുന്നു എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ വചനം ഇന്ന് നിൻ്റെ ജീവിതത്തിൽ പാലിക്കുകയും നീ രാത്രി തിരിച്ചു വരുമ്പോൾ സന്തോഷത്തോടെ തിരിച്ചു വരുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് ചില സമയത്തെ മോശയേക്കാൾ ഇത്തിലൂടെ ഒരു പടി ചില കാര്യങ്ങൾക്ക് ജോഷുവയാണോ കുറച്ചുകൂടി ചില സാഹചര്യത്തിൽ മെച്ചമെന്ന് എനിക്ക് എപ്പോഴും ഇവർ തമ്മിൽ ഞാൻ തൂക്കി നോക്കിയിട്ടുണ്ട്. നിങ്ങളോർക്കും അച്ഛൻ ഈ ജോഷുവിനെയും മോസസിനെയൊക്കെ പറഞ്ഞു നടക്കുന്നത് എന്തിനാണ്? ജീവിതവുമായിട്ട് അല്ലേ നമ്മൾ എനിക്ക് ജപ്തി നടപടിയാണ്. എൻ്റെ മകള് ഇന്ന് വഴിതെറ്റിയ ഒരു ജീവിതം വേറെ ആൾക്കാരുടെ പോയി ഞങ്ങളുടെ വീട്ടിൽ മരിച്ച പോലെ ഇരിക്കുകയാണ്. അപ്പോൾ രാവിലെ അച്ഛൻ എന്തിനാണ് ജോഷുവിനെ കുറിച്ച് പറഞ്ഞത്, മോസസിനെ കുറിച്ച് പറഞ്ഞത്? നമ്മൾ എന്ത് കഴിച്ച അനുഭവങ്ങളിലൂടെ കടന്നു പോയാലും ഇതിനെ ഹീല് ചെയ്യിക്കുന്നത് ദൈവം തന്നെയാണ്. ഞാൻ എപ്പോഴും ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും മനുഷ്യരാശിയുടെ പ്രശ്നങ്ങൾക്കെല്ലാം ജീവിതത്തിൽ കൊടിയ പ്രശ്നങ്ങളിലെ ദൈവത്തെ മുൻനിർത്തി ദൈവത്തിൻ്റെ കരം ഗ്രഹിച്ച് ചെയ്ത ആൾക്കാരെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടം ദാവീദ, അതുപോലെ തന്നെ മോസസ്, പിന്നെ ജോഷുവ, പിന്നെ ഗിദെയോൻ പോലെയുള്ള ന്യായാധിപന്മാർ, പിന്നെ ഏലിയ പോലുള്ള പ്രവാചകന്മാർ, അപ്പോസ്തലന്മാർ. അപ്പോൾ എന്താ അവർ ഈശ്വരൻ നമുക്കങ്ങനെ പെട്ടെന്നങ്ങനെ ഒരു മോഡലാക്കാൻ ഭയങ്കര പാടാണ്. ഭയങ്കര, അതായത് നമ്മൾ ഈ IAS എന്ന് പഠിക്കുന്ന പോലെയൊക്കെ ഉള്ള സംഭവമാണ്. പക്ഷേ നമ്മൾ അതിലേക്ക് പോകുന്നതിന് മുമ്പുള്ള താഴെയുള്ള ക്ലാസ്സുകളാണ് ഞാൻ ഈ പറഞ്ഞതെല്ലാം. എന്താ ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായ? ഇപ്പം ഞാൻ ഓർക്കുകയെ, മോസസ് ആണോ നല്ലത്, ജോഷുവയാണോ? മോസസ് ചില സമയത്ത് പറയാം, മോസസ് അത് പറയേണ്ടിയില്ലായിരുന്നു. എന്താണെന്നറിയാമോ? മോസസ് പറയാൻ പാടില്ലാഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. ജനങ്ങളുടെ പക്ഷം ചേർന്നുകൊണ്ട് ജനങ്ങൾ ദൈവത്തിനെതിരെ മർദ്ദലിച്ചപ്പോഴും ദൈവം ജനങ്ങളെ ഒന്നടങ്കം നശിപ്പിക്കാൻ തീരുമാനിച്ചു. ദൈവത്തിന് ആവശ്യമില്ലാത്ത ജനങ്ങളെ പിന്നെ ഇവിടെ വെച്ചിട്ടൊരു കാര്യമില്ലല്ലേ. അപ്പോൾ അതുകൊണ്ട് അത് കർക്കശമായിട്ട് അവരെ കാര്യം ഫോർമേറ്റ് ചെയ്യുന്ന സമയമാണ്. നമ്മൾ ദൈവജനങ്ങളെല്ലാം എല്ലാ കാലങ്ങളിലും നോക്കുമ്പോൾ അത് ജനങ്ങളെ ദൈവം എബ്രാഹത്തിനെ വിളിച്ചു, പിന്നെ എബ്രാഹത്തിലൂടെ ഇസഹാക്കിനെ വിളിച്ചു, ഇസ്ഹാക്കിലൂടെ യാക്കോബിനെ വിളിച്ചു, യാക്കോബിലെ 12 ഗോത്രങ്ങൾ, ആ 12 ഗോത്രം ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ പോയി അവർക്ക് തിരിച്ചു കൊണ്ടുവന്ന് കൽപ്പന കൊടുത്തു, അവരൊരു ജനതയാക്കി വളർത്തി, അവരിലൂടെ രക്ഷകനെ വാഗ്ദാനം ചെയ്ത് കൊണ്ട് ആ പ്രോസസ് ഓഫ് ഫോർമേഷനാണ്. ഈ പ്രോസസ് ഓഫ് ഫോർമേഷൻ ആയതുകൊണ്ടാണ് ദൈവം ചിലപ്പോൾ വടിതടി ആയുധങ്ങളോടെ നിൽക്കുന്നത്. ചിലപ്പോൾ കൊന്നു കളയാൻ പറയും കൂട്ടത്തോടെ. എന്താ കാര്യം? ഇപ്പോൾ ഒരു താറാവിന് പനി വന്നു കഴിഞ്ഞാൽ, കുട്ടനാട്ടിൽ താറാവ് വളർത്തൽ കണ്ടിട്ടില്ലേ? ഒരു താറാവിൻ്റെ പനി വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ താറാവുകാരൻ അതിൻ്റെ പെടലും നുറുക്കി കായലിട്ട് എറിഞ്ഞു കളയും. എന്താ കാര്യം? ബാക്കി എല്ലാത്തിനും പനി വരും. അതുപോലെ തന്നെ മോസസിൻ്റെ കാലത്താണ് ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ സീനായി കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴാണ് ഇവർ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നത് ദൈവമല്ല, അത് അവിടുത്തെ ദേവന്മാരാണെന്ന് പറഞ്ഞുകൊണ്ട് വിഗ്രഹം ഉണ്ടാക്കിയത്. അപ്പോൾ അതിനെല്ലാം നശിപ്പിക്കാൻ വേണ്ടി ദൈവം തീരുമാനിക്കുമ്പോൾ മോശം ഇടയ്ക്ക് വീഴും. എന്താ പറയണമെന്ന് നോക്കിയേ, 32 എടുത്തേ പുറപ്പാട്. അവിടുന്ന് കനിഞ്ഞ് അവരുടെ പാപം ക്ഷമിക്കണം, അല്ലെങ്കിൽ അവിടുന്ന് എഴുതിയിട്ടുള്ള പുസ്തകത്തിൽ നിന്ന് എന്റെ പേര് മായ്ച്ചു കളഞ്ഞാലും നമുക്കറിയാമല്ലോ, ഈ ആധ്യാത്മിക ജീവിതത്തിന്റെ ദൈവത്തിൽ എത്തിച്ചേരുന്നതിന്റെ മനുഷ്യന്റെ അൾട്ടിമേറ്റ് എയിം എന്താണ്? വചനം അവസാനിക്കുമ്പോൾ എന്താ പറയണത്? വെളിപാട് 20 എടുത്തേ. ജീവന്റെ ഗ്രന്ഥത്തിൽ പേരെഴുതപ്പെടാത്തവരെല്ലാം അഗ്നി തടാകത്തിലേക്ക് എറിയപ്പെട്ടു. അപ്പൊ നമ്മുടെ ഉദ്ദേശം എന്താ? ജീവിക്കാൻ കർത്താവിന്റെ പുസ്തകത്തിലെ ജീവന്റെ പുസ്തകത്തിൽ നമ്മുടെ പേര് വേണമെന്നാണ്. ഇപ്പൊ മോസസ് ഇപ്പം ജനങ്ങളെ കണ്ടപ്പോൾ
ദൈവത്തിനെ പോലും വേണ്ടാത്ത കണ്ടീഷനായി. ജനങ്ങളുടെ കാര്യം വന്നപ്പോൾ ജനങ്ങളുടെ പാപം പൊറുക്കാൻ വേണ്ടി പുറത്തില്ലെങ്കിൽ അങ്ങയുടെ പേര് ജീവൻ്റെ പുസ്തകം എഴുതി കളയാൻ വേണ്ടി ശരിക്കും പറഞ്ഞാൽ ദൈവത്തോടെ അങ്ങേർക്ക് പറയാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. അപ്പോൾ ദൈവത്തിന് 2ാം സ്ഥാനം കൊടുത്തു. ഇത്രയും കഷ്ടപ്പെട്ട് ജനങ്ങൾക്കേക്കാൾ പ്രാധാന്യം, ജനങ്ങൾക്ക് അതും പാപം ചെയ്ത് ജനങ്ങൾക്ക് അമിത പ്രാധാന്യം വരണില്ലേ? പക്ഷേ ജോഷുവ ഈ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ലാത്ത ആളാണ്. ജോഷുവ വാഗ്ദാനം, അതുകൊണ്ട് ഈ വാഗ്ദാന നാട്ടിലേക്കുള്ള ആ വഴി അവിടെ വെച്ച് അവസാനിക്കുകയാണ്. പിന്നെ ഉടനെ ബാറ്റൺ ജോഷുവനെ ഏൽപ്പിക്കുകയാണ്. ജോഷുവയ്ക്കാണെങ്കിൽ പ്രാർത്ഥനാപരവും കിട്ടി. എന്താ കാര്യം? മോസസ് ഇത് പറഞ്ഞതിന് ശേഷം ഞാൻ ചില സമയത്ത് ഓർക്കുകയും മോസസിൻ്റെ പ്രാർത്ഥനാപരം കുറഞ്ഞ് കാണുക. കാര്യത്തിൽ അടുത്ത അധ്യായത്തിൽ വരുമ്പോൾ ഈ മനുഷ്യൻ ഏതാണ്ട് ഒച്ചു കുത്തിയ പോലെ പ്രാർത്ഥനാ കൂടാരത്തിന് പോകുന്നുണ്ട്. ഇപ്പൊ 33:11 വരുമ്പോ വായിച്ചു നോക്കിയേ. സ്നേഹിതനോടെന്ന പോലെ സ്നേഹിതനോടെന്ന പോലെ കർത്താവ് മോശയോട് മുഖാഭിമുഖം സംസാരിച്ചിരുന്നു. അതെ അതെ, അത് അതിന്റെ ട്രഡീഷണൽ ആയിട്ടുള്ളതാണ്. അതിനുശേഷം മോശ പാളയത്തിലേക്ക് മടങ്ങിപ്പോകും. എന്നാൽ അതെ മടങ്ങിപ്പോകും. അവിടെ വെച്ചാൽ ബൈബിൾ തീരേണ്ടതാണ്, പക്ഷെ ബൈബിൾ തീർക്കണില്ല. എന്താ കാര്യം? വേറെ ക്യാമറ വേറെ ആളുടെ മുഖത്തേക്ക് മാറ്റുകയാണിപ്പം. ഇവിടെ വെച്ചാണ് ചേഞ്ചിങ് വരണത്. എന്താണ് നോക്കിയേ? എന്നാൽ അവന്റെ സേവകനും സേവകൻ കണ്ടില്ലേ, അവന്റെ സേവകനും നൂനിന്റെ പുത്രനുമായ ജോഷുവ, ദേവന് 8ന്റെ പണി എന്താണ്? നൂനിന്റെ പുത്രനുമായ ജോഷുവ എന്ന യുവാവ് കൂടാരത്തെ വിട്ടുപോയിരുന്നില്ല. കൂടാരത്തെ വിട്ടുപോകുന്നില്ല. ഇതാണ് പണിയായത്. എന്താണ്? കൂടാരത്തെ വിട്ടുപോയിട്ടും മോസസ് വിട്ടുപോയിട്ടും വിട്ടുപോകാത്ത ഒരുത്തൻ അവിടെ ഇരിപ്പുണ്ട്. അവനായിരിക്കും വാഗ്ദാനം നാട്ടിൽ പോകണമെന്ന് വയ്ക്കും. ദൈവം ബാറ്റൺ അവൻ്റെ കൈ കൊടുക്കും. എന്നിട്ട് ജനങ്ങൾക്കല്ല, അവന് ജനമല്ല പ്രാധാന്യം, അവന് അവൻ്റെ ദൈവമാണ് പ്രാധാന്യം. അവൻ വാഗ്ദാനം നാട്ടിൽ ചന്തലിൻ്റെ മനുഷ്യൻ കാല് കുത്തിയ പോലെ ജോഷുവ വാഗ്ദാനം നാട്ടിൽ കാല് കുത്തിയിട്ട് പറഞ്ഞ വാക്കുണ്ട്. എന്താണെന്നറിയാവോ? കേട്ടോ, ജോഷുവയുടെ പുസ്തകം 24:15. കർത്താവിനെ സേവിക്കുന്നതിന് മനസ്സില്ലെങ്കിൽ നദിക്കക്കരെ നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ വസിക്കുന്ന നാട്ടിലെ അമോര്യരുടെ ദേവന്മാരെയോ ആരുടെങ്കിലും പോയി തൊഴിലാന്ന് പറയണത്. അമോര്യരുടെ ദേവന്മാരെയോ ആരെയാണ് സേവിക്കണമെന്ന് വെച്ചാൽ ഇന്ന് തന്നെ തീരുമാനിക്കും. ഞാനും എന്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. അപ്പൊ അവിടെ ജനമല്ല പ്രശ്നം, ആരാണ്? കർത്താവാണ് പ്രശ്നം. ജനമല്ല പ്രശ്നം. മോസസിന് ജനം പ്രശ്നമായിരുന്നു. ആ ജനത്തെ രക്ഷിച്ചിട്ടുണ്ടെന്ന കർത്താവിൻ്റെ ഒരു ഓപ്ഷൻ വന്നപ്പോൾ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് വരെ പേര് മാറ്റാൻ പറഞ്ഞു. അപ്പം കർത്താവല്ല പ്രശ്നം, ജനമാണ് പ്രശ്നം. ഇവിടെ എന്താ പറയണം? ഇവിടെ ജനമല്ല പ്രശ്നം, കർത്താവാണ് പ്രശ്നം. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ സേവിക്കുന്ന കർത്താവിൻ്റെ കൂടെ നിൽക്കുക. അതായത് എപ്പോഴും ബൈബിളിൻ്റെ ഫോളോ ചെയ്യുന്ന ഒരു ഫോളോ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഭാര്യയാണ്, ഭർത്താവാണ്, മക്കളാണെന്നല്ല, കർത്താവാണ് വിഷയം. അത് എപ്പോഴും നമ്മൾ ചിന്തിക്കണം. അതായത് ഇത് ദൈവ തിരുസന്നിധിയിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ലാസ്റ്റ് ടെംപ്റ്റേഷനായിട്ട് വരും. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതാണ് ലാസ്റ്റ് ടെംപ്റ്റേഷൻ, അല്ല കസാക്കിസ് പറഞ്ഞതല്ല. കർത്താവിന് ഓപ്ഷൻ വെക്കുന്ന ലാസ്റ്റ് ടെംപ്റ്റേഷനിൽ മോസസ് പരാജയപ്പെട്ട് വിജയിച്ചു. അത് ദൈവശാസ്ത്രന്മാർ ചിന്തിക്കുക. പക്ഷേ വിജയിച്ച ഒരു മനുഷ്യനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്, ജോഷുവ. ഒരു ജോഷുവയിലേക്കുള്ള യാത്ര, അതാണ് വാഗ്ദാന നാട്ടിലെത്താനുള്ളൊരു വഴി. കർത്താവിൻ്റെ എല്ലാ വാഗ്ദാനങ്ങളും പ്രാപിക്കുന്നതാണ് ഉടമ്പടി ഇതുപോലെ ലാസ്റ്റ് നിമിഷം വരുമ്പോൾ ലോകത്തേക്കാളും മനുഷ്യരെക്കാളും കർത്താവിൻ്റെ പക്ഷം ചേരാൻ കർത്താവ് നിനക്ക് ശക്തി തരട്ടെ. ഈശോമിശിഹായിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, സാന്ത്വനാഭിഷേകം എന്നാണ് ഈ ശുശ്രൂഷയുടെ ദൈവിക നാമം. കാര്യം ബൈബിള് നമ്മളെല്ലാവരും സാന്ത്വനാഭിഷേകത്തിൽ ദൈവത്തിൻ്റെ ആശ്വാസം കണ്ടെത്തണം.
എന്നാണ് ആഗ്രഹിക്കുന്നത്. പ്രവാചക ഗ്രന്ഥങ്ങളുടെ ദൈവമനസ്സും അതുതന്നെയാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സാന്ത്വനം ലഭിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രാർത്ഥനാപൂർവം കർത്താവിൻ്റെ വചനം ശ്രവിക്കാം. ഇപ്പം ക്ഷീണിതന് വാക്കുകൊണ്ട് വിശ്രാന്തി. ദൈവം വിശ്രാന്തി നൽകണത് ഒരു കാര്യം വാക്കുകൊണ്ടാണ്. ഇപ്പം ഐസയ 50:4 തിരുവചനം പറയും, ക്ഷീണിതന് വാക്കുകൊണ്ട് വിശ്രാന്തി നൽകാൻ ദൈവമായ കർത്താവ് ഒരു ശിഷ്യനെ എന്ന പോലെ എന്നെ അഭ്യസിപ്പിച്ചു. വാക്ക് കൈമാറ്റത്തിന്, വാക്കിലൂടെ ദൈവത്തിൻ്റെ വിശ്രാന്തി വചനത്തിലെ ഒരു പ്രധാനപ്പെട്ട ദൈവിക ലക്ഷ്യമാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനങ്ങളിലുമൊക്കെ വിശ്രാന്തിയെക്കുറിച്ചാണ് പറയണത്. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവിടെ നിന്നെ കിടത്തുന്നു, നിശ്ചലമായ ജലാശയത്തിൻ്റെ നടുവിലേക്ക്, തീരത്തേക്ക് അവിടെ നിന്നെ നയിക്കുന്നു, അവിടെ നിൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു. അതെല്ലാം വിശ്രാന്തിയാണ്. ഇപ്പം നമ്മൾ ടെൻഷൻ മാറി, വ്യഗ്രത മാറി, സങ്കീർത്തനം 23 ഓരോ വചനങ്ങളും 23, 24 എല്ലാം തൻ്റെ ദൈവപൈതലിന് വിശ്രാന്തി നൽകുന്നതിനെക്കുറിച്ചാണ് ദൈവമനസ്സ് വ്യഗ്രത കൊള്ളുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് സുനിശ്ചിതമായിട്ട് ഒരു ദൈവപൈതൽ ദൈവസ്നേഹത്തോടെ കർത്താവിനെ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഏത് സമയത്തും വിശ്രാന്തി ലഭിക്കും. ഇതുപോലെ എൻ്റെ പോലും മനസ്സിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ദൈവികമായൊരു പദ്ധതി ഉണ്ടായതുപോലെ ഒരു സാക്ഷ്യം ഇപ്പം നമ്മൾക്ക് കേൾക്കാം. അതായത് അവരുടെ ജീവിതം ഇതുപോലെയാണ്. രണ്ട് സഹോദരൻ തമ്മിൽ വിവാഹം കഴിച്ചു, പക്ഷേ തമ്മിൽ പൊരുത്തപ്പെട്ടില്ല, വലിയ അടികലശലായി, അവർ പിരിഞ്ഞത് 1 അല്ല 2 അല്ല, അങ്ങനെ 9 വർഷത്തോളം പിരിഞ്ഞ് താമസിപ്പിച്ചു. അവന് ഭർത്താവ് കോടതി കൊണ്ട് കേസ് കൊടുത്തപ്പോൾ വൈഫിനെതിരെ കേസ് കൊടുത്തു. അത് കേസ് ഹൈക്കോടതി വരെ എത്തി. അപ്പോൾ വൈഫ് എന്താ ചെയ്തത്? വൈഫ് വന്ന് കൃപാസനത്തിൽ ഉടമ്പടി പ്രാർത്ഥന ചെയ്ത്. ഉടമ്പടി പ്രാർത്ഥന എന്താണെന്നുള്ളത് ഈ സാക്ഷ്യം കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇപ്പോൾ നമുക്ക് ആ സാക്ഷ്യം കേൾക്കാം. എൻ്റെ പേര് ദീപ. ഞാൻ കഞ്ഞിക്കുഴിയിൽ നിന്ന് വരുന്നു. ഇവിടെ ഞാൻ വരാൻ തുടങ്ങിയിട്ട് 4 വർഷമായി. ഞാൻ ഭർത്താവായിട്ട് വേർപിരിഞ്ഞ് താമസിക്കാൻ തുടങ്ങിയിട്ട് 10 വർഷമായി. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിരുന്നു. ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ അമ്മയോട് ആവശ്യപ്പെട്ടിരുന്ന ഒരേ ഒരു കാര്യമുള്ളായിരുന്നു, അമ്മേ, എനിക്ക് എൻ്റെ ജീവിതം എന്താണെന്ന് അമ്മ തന്നെ കാണിച്ചു തരണം, ഇനി മുന്നോട്ടുള്ള വഴി എന്താണെന്ന് അമ്മ തന്നെ കാണിച്ചു തരണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളായിരുന്നു. എനിക്ക് ബന്ധം വേണമെന്നോ ഒന്നും ഞാൻ അമ്മയോട് ആവശ്യപ്പെട്ടിരുന്നില്ല. എനിക്കൊരു മുന്നോട്ടുള്ളൊരു ജീവിതം അത് എന്താണെന്ന് അമ്മ തന്നെ തീരുമാനിക്കാനായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത്. ഞങ്ങളുടെ കേസ് ആലപ്പുഴ മജിസ്ട്രേറ്റ് കോടതിയിൽ നടക്കുകയും എനിക്ക് പുള്ളിയായിട്ട് ഒരിക്കലും യോജിച്ച് പോകേണ്ടെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ബന്ധം വേർപെട്ട് കിട്ടണമെന്ന് തന്നെയായിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്നത്. അതനുസരിച്ച് കോടതി ഞങ്ങളുടെ കേസ് നടത്തുകയും ഞങ്ങൾ തമ്മിലുള്ള ബന്ധം വേർപെടുത്തുകയും ചെയ്തു. അപ്പോഴത്തേക്ക് അദ്ദേഹം വേറൊരു ഹർജി കൊടുത്തുകൊണ്ട് ഈ ബന്ധം രണ്ടാമത് റീയൂണിയൻ ചെയ്യണമെന്നും പറഞ്ഞ് പുള്ളിക്കാരനൊരു ഹർജി കൊടുക്കുകയും അമ്മയുടെ തീരുമാനം അനുസരിച്ച് ഞങ്ങൾ ആ കേസ് അദ്ദേഹത്തിന് അനുകൂലമായി വിധി വരികയും ഞങ്ങൾ വീണ്ടും ഒരുമിച്ച് താമസിക്കുകയും ചെയ്തു. ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് താമസിക്കുന്നത്. അദ്ദേഹം ഗൾഫിലാണ്. അദ്ദേഹം ഗൾഫിലേക്ക് പോയി. അമ്മയുടെ ആഗ്രഹം ഞങ്ങൾ തമ്മിൽ ഒന്നിക്കണമെന്നായിരുന്നു. ഞാൻ പോലും ആവശ്യപ്പെടാതെ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി ഉടമ്പടിയിൽ ഞാൻ പറഞ്ഞിരുന്ന അമ്മ എൻ്റെ ജീവിതം എന്താണെന്ന് കാണിച്ചു തരണമെന്നായിരുന്നു. അതനുസരിച്ച് അമ്മ ഇതായിരുന്നു എൻ്റെ ജീവിതമെന്ന് അമ്മ കാണിച്ചു തരികയും അതനുസരിച്ച് ഞങ്ങളിപ്പോൾ ഒരുമിച്ച് താമസിക്കുകയും ചെയ്യുന്നു. യേശുവേ നന്ദി. യേശുവേ. പ്രിയപ്പെട്ടവരെ, ഇപ്പോഴും സാക്ഷ്യം പറഞ്ഞ ദീപ ഉടമ്പടി പ്രാർത്ഥനയെക്കുറിച്ച് പരാമർശിച്ചിരുന്നത്. എന്നോട് പലരും ചോദിക്കും എന്താണ് ഉടമ്പടി എന്ന്. ശരിക്കും ഈ അടുത്ത കാലത്ത് ഇവിടുത്തെ ഈ കൃപാസനം ധ്യാന കേന്ദ്രത്തിന് ദൈവം നൽകിയ ഒരു കാരിസമാണത്, ഉടമ്പടി പ്രാർത്ഥന. അതായത് ബൈബിള് മുഴുവനും ഒരു ഉടമ്പടി പുസ്തകമാണ്. ദൈവം മനുഷ്യനോട് ഇടപെട്ട കാലങ്ങളിലെല്ലാം
ആ ബന്ധം സാർത്ഥകമാക്കിയതും ശക്തമാക്കിയതും ഉടമ്പടിയിലൂടെയാണ്. അത് നോഹിൻ്റെ കാലത്തുണ്ട്, എബ്രഹാത്തിൻ്റെ കാലത്തുണ്ട്, മോസസിൻ്റെ കാലം വരുമ്പോൾ ആ ഉടമ്പടിക്ക് രണ്ട് കടന തിരിയുന്നുണ്ട്. അതായത് ദൈവം സീനായി മലമുകളിൽ നിന്ന് ആവശ്യപ്പെട്ടതെല്ലാം, കർത്താവ് ഞങ്ങളോട് പറഞ്ഞതെല്ലാം ഞങ്ങൾ നിറവേറ്റുവെന്ന് ഉടമ്പടി മലയുടെ, സീനായി മലയുടെ താഴ്വാരങ്ങളും ജനങ്ങൾ പറയും. അത് പുറപ്പാടിൻ്റെ 19-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിലുണ്ട്. ശരിക്കും അമ്മയുടെ കാലം വരുമ്പോഴേ ഒരു കന്യ ഗർഭം ധരിച്ച പുത്രനെ പ്രസവിക്കുമെന്ന് ദൈവം 3-ാമത്തെ ഉടമ്പടിയാണ് കർത്താവിൻ്റെ രക്ഷാകര മനുഷ്യാവതാരത്തെ പരാമർശിച്ചുകൊണ്ട് ഐസയ്യ നൽകുന്നത്. മനുഷ്യാവതാരത്തിന് ശേഷം അമ്മ ഈശോയുടെ പരസ്യജീവിതം ആരംഭിക്കുന്നത് കാനായിലെ കല്യാണത്തിന് വെച്ചാണ് ആദ്യം അടയാളം കാണിക്കുന്നത്. അവിടെയും അമ്മ പറയണത് ആ പഴയ 19:8 തന്നെയാണ്. എന്താണ്? അവൻ പറഞ്ഞതുപോലെ ചെയ്യാൻ. അപ്പോൾ ദൈവം പറഞ്ഞതുപോലെ ചെയ്യുക എന്നുള്ളത് അതിൽ വിശുദ്ധീകരണമുണ്ട്, ശക്തീകരണമുണ്ട്. ദൈവം പറഞ്ഞിട്ടുള്ള മുഴുവൻ സമ്പൂർണ്ണ ബൈബിളിനെ നമ്മൾ കാച്ചിക്കുറുക്കി ജിസ്റ്റ് എടുത്താൽ 2 ഘടകമുണ്ടാവും. ഒന്ന് വിശുദ്ധീകരിക്കുക, ദൈവം ശക്തീകരിക്കും. ദൈവത്തിൻ്റെ ശക്തീകരണമെല്ലാം വാഗ്ദാനങ്ങളാണ്. വാഗ്ദാനങ്ങളെല്ലാം നമ്മൾ പ്രാപിക്കേണ്ടതാണ്. അതാണ് നിയമാവർത്തനം 28:1 അങ്ങയുടെ വചനം പാലിച്ചാൽ നിൻ്റെ അപ്പക്കൊട്ടകൾ നിറയുമെന്ന് പറയുന്നതും ആലയിൽ ആട് അറ്റുപോകത്തില്ലെന്ന് പറയുന്നതും ഭൗതികമായ സമൃദ്ധി ഉണ്ടാകണമെന്ന് പറയുന്നത്. ഈ ഭൗതികമായ സമൃദ്ധി ഒരു പ്രധാനപ്പെട്ട ബൈബിൾ വിഷയമാണ്. ഭൗതിക സമൃദ്ധിയിലാണ് ഈശോ ആദ്യത്തെ അടയാളം എല്ലാം കാണിക്കുന്നത്. ആദ്യ അടയാളമായ കാനായിലെ കല്യാണം പോലും ഭൗതിക സമൃദ്ധിയാണ്. ഭൗതിക സമൃദ്ധിക്ക് 2 കാര്യങ്ങൾ വേണം. എന്താണ് ഭൗതിക സമൃദ്ധി അഥവാ അനുഗ്രഹം ഉണ്ടാകണം? എങ്ങനെയാണ്? ഒന്ന് കാലത്തിൽ, രണ്ടാമത് സ്ഥലത്തിൽ. ഒരു ഭൗതിക സമൃദ്ധി അല്ലെങ്കിൽ ബ്ലെസ്സിങ് ഉണ്ടാകണമെങ്കിൽ 2 ഘടന വേണ്ട. ഒന്നെങ്കിൽ സ്ഥലം വേണം, രണ്ടാമത്തത് സമയം വേണം. ഈ സ്ഥലത്തിൻ്റെ മേലും അതുപോലെ തന്നെ സമയത്തിൻ്റെ മേലും പരിശുദ്ധ അമ്മയുടെ ആ അധികാരം, ദൈവം കൊടുത്ത അധികാരത്തെ സമ്പൂർണ്ണമായിട്ട് സുവിശേഷ വിഹിതമായിട്ട് പ്രയോജനപ്പെടുത്തി വിശ്വാസ വിഷയമായി, പ്രാർത്ഥന വിഷയമായിട്ട് ആത്മവിശുദ്ധീകരണത്തിലൂടെ ദൈവിക ശക്തീകരണം സാധിക്കുന്ന ഒരു പ്രാർത്ഥനാ രൂപമാണ് ഉടമ്പടി. സ്ഥലം എന്നിപ്പോൾ നിൻ്റെ അനുഗ്രഹത്തിൻ്റെ സമയം, അതായത് നിൻ്റെ ഭൗതിക സാഹചര്യം, അതിൻ്റെ സ്ഥലം ഫിക്സ് ചെയ്യണത് ആരാണ്? കാനായിലെ കല്യാണത്തിൽ തന്നെ ആ കാനായാണോ അനുഗ്രഹം നടത്തേണ്ടത്, ബത്ലഹേമാണോ ഗലീലിയാണോ എന്ന് ആരാ തീരുമാനിക്കേണ്ടത്? അമ്മയാണ് തീരുമാനിക്കുന്നത്. അമ്മയാണ് പറയുന്നത് കാനായിലാണ് ആദ്യം അത്ഭുതം നടക്കേണ്ടത്. സ്ഥലം നിശ്ചയിക്കുന്നത് ആരാ? അമ്മയാണ്. സ്ഥലം നിശ്ചയിച്ച് കഴിയുമ്പോൾ ഈശോയ്ക്ക് മനസ്സിലായി അതിൻ്റെ ബ്ലെസ്സിങ്സിൻ്റെ അടിസ്ഥാന ശിലയായ സ്ഥലം നിശ്ചയിച്ച് കഴിഞ്ഞു. അപ്പോൾ പിന്നെ അടുത്ത എന്താ? സമയമാണ്. അമ്മ പറയും എൻ്റെ സമയം ഇനിയും ആയില്ലല്ലോ എന്ന് പറയും. സമയമായില്ലല്ലോ എന്ന് പറയുമ്പോൾ അമ്മ സമയവും നിശ്ചയിക്കും. ടൈം ആൻഡ് സ്പേസ് ഒരു ബ്ലെസ്സിങ്ങിൻ്റെ ഭൗതികമായ ആധാരമാണ് ഘടനകൾ. സമയവും നിശ്ചയിക്കും. പിന്നെ ഈശോ അത് ചേഞ്ച് ചെയ്യണില്ലല്ലോ, ചേഞ്ച് ചെയ്യത്തില്ല. അതായത് ദൈവത്തിൻ്റെ ഭൗതിക അനുഗ്രഹ ഇടപെടൽ നിൻ്റെ അനുഗ്രഹത്തിൻ്റെ സമയവും സ്ഥലവും നിശ്ചയിച്ചു കഴിഞ്ഞാൽ അത് ഭൗതികമായ സാഹചര്യം നിർണ്ണയിക്കാനുള്ള സ്വയം നിർണ്ണായകമായ അധികാരമാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? മനുഷ്യാവതാരത്തിൽ അമ്മ മികച്ച പങ്കാളിയായതുകൊണ്ടാണ്. അതായത് അമ്മ ദൈവത്തിൻ്റെ രക്ഷാകരമായ മനുഷ്യാവതാരത്തിൽ മനുഷ്യൻ്റെ ഭൗതികമായ പങ്കാളിത്തം അമ്മയുടേതാണ്. അതുകൊണ്ടാണ് ഭൗതിക സാഹചര്യങ്ങളുടെ മേലെ അമ്മയ്ക്ക് അധികാരം കിട്ടുന്നത്. മനുഷ്യൻ്റെ അനുഗ്രഹത്തിൻ്റെ സ്ഥലം നിശ്ചയിക്കാൻ, സമയം നിശ്ചയിക്കാൻ. അത് നമ്മൾ ഏറ്റെടുത്തിട്ട് അവൻ പറഞ്ഞതുപോലെ ചെയ്യുക എന്നുള്ള ഉടമ്പടി വചനം അമ്മയുടെ പ്രകാരം നമ്മുടെ ജീവിതം വിശുദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതനുസരിച്ച് ദൈവം ശക്തീകരിക്കപ്പെടും. അതാണ് ദീപയിലൂടെ ഇനി വരാൻ പോകുന്ന അനേകം സാക്ഷ്യങ്ങളിലൂടെ നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങൾ അനുതപിച്ചാൽ നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കുമെന്ന് ഐസയ്യ 18:1 പറയുന്നുണ്ട്. അതുതന്നെ അതുപോലെ തന്നെ നിങ്ങൾ പശ്ചാത്തപിക്കുമെന്ന് നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുമെന്ന് ജോഷുവ 3:5 പറയുന്നുണ്ട്. കർത്താവ് സഖ്യവൂസ് ഭവനത്തിലേക്ക് ചെന്നപ്പോൾ ഇന്നീ ഭവനത്തിന് രക്ഷകൈ വന്നിരിക്കുന്ന ഈശോ പറയണത് സഖ്യവൂസ് അനുതപിച്ച് കഴിഞ്ഞപ്പോഴാണ്. പക്ഷേ അത് ഇന്നാണ്. അമ്മയുടെ ഈശോയുടെ കാലം വന്നപ്പോൾ അനുഗ്രഹം ഇന്നായി.
അത്രയും സ്പീഡായി. നാളെയല്ല, ജോഷുവയുടെ കാലത്ത് നാളെയായിരുന്നു അനുതാപത്തിന് അനുഗ്രഹം. ഈശോ അനുതാപത്തിന് പാപത്തിന് പശ്ചാത്താപം ചെയ്താണ് രക്ഷാകരമായ യുഗം വന്നപ്പോൾ ഈശോയുടെ നാമത്തിൽ ഇന്നായി. ഈശോ മനുഷ്യൻ്റെ ഭൗതിക സാഹചര്യങ്ങളുടെ മേൽ അമ്മയ്ക്ക് അധികാരം കിട്ടിയപ്പോൾ ഇപ്പോഴായി. അതാണ് സഭ പ്രാർത്ഥിക്കേണ്ടത്. പരിശുദ്ധ മറിയം തമ്പുരാൻ്റെ അമ്മേ, ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത്. ഇപ്പോഴും അത് സഭയുടെ ഒരു വലിയൊരു വിശ്വാസമാണ്. അതായത് നമ്മുടെ വർത്തമാന കാലത്ത് നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ പരിശുദ്ധ അമ്മയ്ക്ക് ഈശോ അധികാരം കൊടുക്കുക. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇപ്പോഴവർക്ക് വീഞ്ഞില്ല, അതാണ് അമ്മ പറയണത്, അവർക്ക് വീഞ്ഞില്ല. അതുകൊണ്ടാണ് ആ വീഞ്ഞ് ലഭിക്കാനുള്ള, അനുഗ്രഹം ലഭിക്കാനുള്ള നിൻ്റെ അനുഗ്രഹത്തിൻ്റെ സമയം, ആ സമയം, ആ സ്ഥലം അമ്മ ഫിക്സ് ചെയ്തു, ആ സമയം അമ്മ ഫിക്സ് ചെയ്തു. അമ്മയ്ക്ക് ഭൗതിക സാഹചര്യത്തിന് മേലുള്ള ദൈവികമായ ആ അധികാരത്തെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സ്വയം വിശുദ്ധീകരിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമ്പോൾ അനുഗ്രഹം പ്രാപിക്കുന്ന പ്രാർത്ഥനയാണ് ഉടമ്പടി പ്രാർത്ഥന. ഉടമ്പടി പ്രാർത്ഥനയിലൂടെ അനേകം മക്കളാണ് ഓരോ ദിവസം വിശുദ്ധീകരിക്കപ്പെടുന്നത്. സഭ തന്നെ വിശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അതുപോലെ സാക്ഷ്യം പറയാൻ പറ്റുന്ന രീതിയിൽ ദൈവതിരുസേനയെ വിശുദ്ധീകരിക്കുവാനും ദൈവതിരുസേനയിൽ ശക്തി പ്രാപിക്കുവാനും സ്ഥലവും സമയവും ദൈവത്താൽ ക്രമീകരിക്കപ്പെടാൻ ഈ ശുശ്രൂഷയിലൂടെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലവനായ ഈശോയെ, ഞങ്ങൾ കേട്ട വചനങ്ങളിലൂടെ ഞങ്ങളെ വിശുദ്ധീകരിക്കുവാനും സഭയെ വിശുദ്ധീകരിക്കുവാനും കുടുംബങ്ങളെ ശക്തീകരിക്കുവാനും പരിശുദ്ധ അമ്മയുടെ സുവിശേഷ സമീപനങ്ങൾ, സുവിശേഷ വിശ്വാസ സമ്പ്രദായങ്ങൾ ഞങ്ങളുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ അടിസ്ഥാനമായി മാറുവാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. ഈ സാക്ഷ്യത്തിൻ്റെ ശക്തി, ഈ സ്തുതിപ്പിൻ്റെ ശക്തി, ഈ വചനത്തിൻ്റെ ശക്തി സാക്ഷാൽ ഈശോയുടെ സാന്നിധ്യത്തിലൂടെ അനേക മക്കളിലേക്ക് കടന്നു വരുന്ന അനുഗ്രഹത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും ദൈവികമായ സൗഖ്യത്തിൻ്റെ സമയമാണ്. നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആരാധന ആരാധന നാഥ ആരാധന 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 നാഥ ആരാധന. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ അതിസാന്നിധ്യം ആത്മാവിൽ അനുഭവിക്കുന്ന അതുല്യമായ ഒരു ആരാധനാ നിമിഷമാണ്. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളെയും നമ്മുടെ സുവിശേഷ ശുശ്രൂഷയിൽ കേട്ടതുപോലെ കൊടിയ നൊമ്പരങ്ങളുടെ സമയത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം മറ്റേത് സമയത്തേക്കാൾ സമീപസ്ഥമാണ് എന്നുള്ളത് സുവിശേഷ സത്യമാണ്. സഹന സാഹചര്യങ്ങളിലെ ദൈവം പത്രോസ് നടുക്കടലിലെ മുങ്ങി താഴുന്ന സമയങ്ങളിലെല്ലാം കർത്താവിൻ്റെ കൈ, സഹായിക്കാനുള്ള കൈ അടുത്തടുത്ത് വരികയാണെന്നുള്ളൊരു ബോധം നമുക്കുണ്ടാകണം. മുങ്ങിത്താഴുന്ന ഓരോ മനുഷ്യരും എന്നെ രക്ഷിക്കാനുള്ള രക്ഷകൻ്റെ കൈ, ഞാൻ പ്രളയത്തകപ്പെട്ട പ്രളയത്തെ പാറയാക്കിക്കൊണ്ട് അതിൻ്റെ പുറമേ നിന്നുകൊണ്ട് എൻ്റെ പ്രളയത്തിലേക്ക് അവൻ്റെ കൈ നീണ്ടു വരുന്നുവെന്നുള്ളത് ഇപ്പോഴും നിങ്ങൾ ഓരോരുത്തരും ധരിക്കേണ്ട, കർത്താവ് ജീവനോടെ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ ഓരോ മനുഷ്യരും ധരിക്കേണ്ട സുവിശേഷമായ സത്യമാണ്. ഞാൻ പ്രളയത്തിൽ മുങ്ങിത്താഴാം. ചിലപ്പോൾ കടങ്ങളാകാം, ചിലപ്പോൾ കടങ്ങളെ പരിഹരിക്കാൻ വേണ്ടി ഒരു മാർഗവുമില്ലെന്നാകാം.
ഒരു മാർഗവും നിന്റെ നിന്റെ മുമ്പിൽ വേണമെന്നില്ല. ദൈവം മാത്രം മതി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃപാസനത്തിൽ സാക്ഷ്യം പറയാൻ അനേകം മക്കൾ, അവർക്ക് മുമ്പും പിറകും സൈഡിലും പാർശ്വങ്ങളിലും അവരെ സഹായിക്കാൻ ആരുമില്ല. പക്ഷേ അപ്പോഴും അവർക്ക് വിശ്വാസമുണ്ട്, അവർക്ക് പ്രത്യാശയുണ്ട്. ദൈവം തന്നെ. ഇപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ ചില കാര്യങ്ങൾ ദൈവം തന്നെ തരേണ്ടതാണ്. നിനക്ക് 50 ലക്ഷം കടമുണ്ട്, നിനക്ക് വായ്പ മേടിക്കാൻ പോലും ആരുമില്ല. എല്ലായിടത്തും ജപ്തി നടപടികളിരിക്കുന്ന വിഷയങ്ങളാണ്. നിനക്ക് എങ്ങോട്ട് പോകണമെന്ന് ആരോട് ചോദിക്കണമെന്ന് ചോദിച്ചാൽ തന്നെ നിനക്ക് ദുഃഖത്തിൻ്റെ അപമാനകരമായ അവസ്ഥയാണ് ഉള്ളത്. പല കാര്യങ്ങളും കയ്യിലില്ല. അതുകൊണ്ടാണ് അതിനാണ് ദൈവത്തിൻ്റെ ഉത്തരം വരണത്. ദൈവം തന്നെ, പരിശുദ്ധായ ദൈവം തന്നെ തരും. കർത്താവേ, ഞങ്ങൾ ഇപ്പോഴും വലിയൊരു സുവിശേഷ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുക. കർത്താവ്, ദൈവം തന്നെ തരേണ്ട, നീ തന്നെ തരേണ്ട അനേകം കാര്യങ്ങളാണ് ഞങ്ങളുടെ ജീവിതത്തിലുള്ളത്. ജീവിത പങ്കാളിയായാലും മക്കളില്ലാത്ത അവസ്ഥയായാലും സാമ്പത്തിക കടമായാലും ദൈവം തന്നെ തരുമെന്ന് കർത്താവ് പറഞ്ഞുകൊണ്ടാണ് ബൈബിൾ തുടങ്ങണത്, ഉടമ്പടി തുടങ്ങണത്, എബ്രഹാത്തിൻ്റെ രക്ഷാകരമായ ചരിത്രം തുടങ്ങണത്. കർത്താവ്, ആ ദൈവം തന്നെയാണ് ഹെബ്രായർ 13:8 ഇന്നും ജീവിക്കണത്. കർത്താവ്, ഞങ്ങൾ നിസ്സഹായമാകുമ്പോൾ, ഞങ്ങൾ രോഗാതുരമാകുമ്പോൾ, കർത്താവ്, അനേകം മക്കളിവിടെ അനേക രാജ്യങ്ങളിൽ ഇപ്പോഴും അങ്ങയുടെ തിരുവചനങ്ങൾ കേട്ട് കർത്താവ്, രോഗികൾ, പീഡിതര്, കർത്താവ്, സാമ്പത്തിക ബാധ്യതകളിൽ ഞെരുങ്ങുന്നവർ, സാമ്പത്തിക സ്നേഹബന്ധത്തിൽ തകർന്നു പോയവർ, കർത്താവ്, ആശയില്ലാതെ, അടിസ്ഥാനമില്ലാതെ, കർത്താവ്, അവലംബമില്ലാതെ, കർത്താവ്, കണ്ണീരോടെ പ്രാർത്ഥിക്കുക. ദൈവം തന്നെ തരുമെന്നുള്ള സുവിശേഷത്തിൻ്റെ ആദ്യ വാഗ്ദാനങ്ങൾ കർത്താവ് ഇപ്പോൾ അങ്ങ് അനുസ്മരിക്കണമെന്ന് പ്രാർത്ഥിക്കും. കർത്താവ്, അങ്ങയുടെ അടിയന് അഭിഷിക്തം കർത്താവ്, അങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈശോയെ, ദൈവത്തിൻ്റെ വലിയ കരുണ കർത്താവ്, ഞങ്ങളുടെ യോഗ്യത കൊണ്ടുള്ള കർത്താവ്, നിന്റെ പീഡാനുഭവത്തിൻ്റെ, നിന്റെ കുരിശുമരണത്തിൻ്റെ യോഗ്യതയാൽ കർത്താവ്, അങ്ങനെ മക്കൾക്ക് അനുഭവിച്ചു കൊടുക്കണമേ. നിന്റെ തിരുമുറിവാർന്ന് വളർന്നു കിടത്താൻ മക്കളെ ആശീർവദിക്കണമേ. ദൈവത്തിൻ്റെ ശക്തി എന്നെ ശ്രമിക്കുന്ന ഓരോ മക്കളുടെ മേലും ഈ നിമിഷം അക്ഷരാർത്ഥത്തിൽ രോഗികളെ യേശുക്രിസ്തു അധ്വാനിക്കുന്നവരെ, ഭാരം വഹിക്കുന്നവരെ, ആരും പറഞ്ഞിട്ടില്ല, വിളിച്ചിട്ടില്ല, ആശ്വാസത്തെ വിശ്വാസപൂർവ്വം കടന്നു വരുന്ന ഓരോ മകനെയും മകളെയും കർത്താവ് അങ്ങ് തന്നെ വഴി കാണിച്ചുകൊണ്ട് വഴി കാണിച്ച മക്കളെ സൗഖ്യപ്പെടുത്തുന്നവേ, വഴി കാണിച്ച മക്കളെ സാന്ത്വനപ്പെടുത്തുന്നവേ, വലിയ ശക്തി മക്കളെ അടിപ്പെടുന്ന പോലെ ആരാധന. അഭിഷേക നിമിഷങ്ങളിലെ ആദരവോടെയും ആരാധനയോടെയും ദ്വികാരണത്തിൻ്റെ സൗഖ്യദായകമായ ആശീർവാദം ഇപ്പോൾ പ്രാർത്ഥനാപൂർവ്വം സ്വീകരിക്കാം. ഹല്ലേലൂയ 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 യേശുവേ നന്ദി നന്ദി കർത്താവേ സ്തോത്രം ദൈവമേ സ്തുതിക്കുന്ന കർത്താവേ കർത്താവേ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നതിനോട് നന്ദി പറയുന്ന കർത്താവേ വഴിപൊട്ടിയ ജീവിതങ്ങൾക്ക് സൗഖ്യവും സമാധാനവും കർത്താവേ വഴി തുറന്നു കൊടുക്കുന്നതിനോട് നന്ദി പറയുന്ന കർത്താവേ നാനാവിധ രോഗങ്ങളെ സുഖപ്പെടുത്തുന്നതിനോട് നന്ദി പറയുന്ന കർത്താവേ അവിടുത്തെ വചനത്താൽ ദിവ്യകാരുണ്യത്തിന്റെ ശക്തിയാൽ കർത്താവേ ആശീർവദിക്കുന്നതിനോട് നന്ദി പറയുന്ന കർത്താവേ കർത്താവേ ഞങ്ങൾക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ സദാരഹിതരെ ആശീർവദിക്കുന്നതിനെ ഓർത്ത് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഭവനരഹിതരെ ആശീർവദിക്കുന്നതിനെ ഓർത്ത് അങ്ങേ ഞങ്ങൾ ആരാധിച്ച് വണങ്ങുന്ന കർത്താവേ ക്യാൻസർ രോഗികളെ സുഖപ്പെടുന്നതിനെ ഓർത്ത് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ തൈറോയ്ഡ് രോഗികളെ എപ്പിലെപ്സി രോഗികളെ അത് സുഖപ്പെടുന്നതിനെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവേ ഹല്ലേലൂയ 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 യേശുവേ 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 എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.